Good morning, Pradeep sir. Welcome to the show. Morning, Priya. Morning, viewers. കഴിഞ്ഞ ദിവസം യു.എസ്. വിപണിയിൽ ഇപ്പോൾ മൈക്രോസോഫ്റ്റിനാണെങ്കിലൊക്കെ തന്നെ വളരെ വലിയൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. റിസൾട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റ് പല ഓഹരികളിലും വലിയൊരു മുന്നേറ്റം നൽകി കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ടെസ്ല പോലുള്ള ഓഹരികളെ സംബന്ധിച്ച കനത്ത ഒരു ഇടിവ് പ്രകടമാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. യു.എസ്. വിപണിയെ സംബന്ധിച്ച് ഇനി നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, വീണ്ടും ഡൗ ജോൺസ് ഇൻഡെക്സ്, നാസ്ഡാക്ക് ഒക്കെ തന്നെ റെക്കോർഡ് ഹൈ ലെവൽസിന്റെ അടുത്ത ട്രേഡിംഗ് നടത്തി വരുന്ന അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. എങ്കിൽ പോലും കഴിഞ്ഞ 2 സെഷൻസ് ആയിട്ട് നമുക്ക് പുതിയൊരു ബൈയിങ് 2 ഇൻഡിസസിലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അമേരിക്കൻ വിപണിയിൽ നമ്മളൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കുന്നത് അല്പം റിസ്കി ആയിരിക്കും. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ 37,500 പോയിന്റ് സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു അല്പം പ്രഷർ വരും. അതേസമയം നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നോക്കി ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ 17,000 പോയിന്റ്സ് ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അഗെയിൻ ദർ വിൽ ബി എ ലോട്ട് ഓഫ് സെല്ലിംഗ് പ്രഷർ. കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്സിലേക്ക് നോക്കുന്ന സമയത്ത് ക്രൂഡ് ഓയിൽ പ്രൈസ് വീണ്ടും ഒരു ഉയർന്ന നിലയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞൊരു 4 വീക്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 1% ഒരു ഉയർച്ച ഇപ്പോൾ ഓയിൽ പ്രൈസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.3% ഒരു വർധനവ് രേഖപ്പെടുത്തി ബാരലിന് $80.58 ഉയരുന്ന ഒരു സ്ഥിതിവിശേഷം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. സോ ക്രൂഡിനെ സംബന്ധിച്ച് ഇനി മുന്നോട്ടേക്ക് നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, ഇതേ ഫോറത്തിൽ ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ക്രൂഡിന്റെ കേസിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്നലത്തെ ട്രേഡിംഗിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ബുള്ളിഷ് സെറ്റപ്പ് കൺഫേം ആയി വന്നിട്ടുണ്ട്. സോ ഷോർട്ട് ടേം ട്രെൻഡ് ക്രൂഡ് ഓയിലിന്റെ കേസിൽ ഇറ്റ് ഇസ് ടേൺഡ് ബുള്ളിഷ്. സോ നമുക്ക് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ലൈറ്റ് സ്വീറ്റ് ക്രൂഡിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് $72. $72 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ യു ഹാവ് ടു ക്ലോസ് ദറ്റ് ലോങ് പൊസിഷൻ. അടുത്ത മേജർ റെസിസ്റ്റൻസ് കാണുന്നത് $80. സോ ഫ്രം കറന്റ് ലെവൽസ് നമുക്ക് $4 മുതൽ $5 നേട്ടം ഇമ്മീഡിയറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം. ഗോൾഡ് പ്രൈസിലേക്ക് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസത്തെ വിപണിയിൽ ഒരു ഇടിവ് പ്രകടമാക്കിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും 0.7% ഒക്കെ ഇടിവ് രേഖപ്പെടുത്തി ഔൺസിൽ $2,014.56 എന്ന നിലയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഈവൻ പറയുകയാണെങ്കിൽ ഡോളർ ഒരു വീക്കായിട്ട് പോലും ഗോൾഡ് പ്രൈസ് ഒരു നേരിയൊരു ഇടിവ് പ്രകടമാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ സാധിച്ചത്. ഗോൾഡിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രിയ, സ്വർണം കഴിഞ്ഞ ആഴ്ച തന്നെ അതിൻ്റെ ഒരു പ്രധാനമായിട്ടൊരു സപ്പോർട്ട് ലെവലായിരുന്നു $2,040. $2,040 സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത സമയത്ത് തന്നെ സ്വർണത്തിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി വഴിമാറിയിരുന്നു. ആൻഡ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ നിന്നും എനിക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡിന്റെ കേസിൽ ഒരു നല്ലൊരു സെല്ലിംഗ്, നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്ട് ചെയ്യാം. സ്വർണത്തിന്റെ ഈ ഒരു ഷോർട്ട് ടേം ബെയറിഷ്നെസ് റിവേഴ്സ് ചെയ്യണമെങ്കിൽ $2,045 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നില്ല സ്വർണത്തിൽ ആ ഒരു ബ്രേക്ക് ചെയ്യാനുള്ള ശക്തി ഉണ്ടെന്ന്. സ്വർണത്തിന്റെ കേസിൽ നെക്സ്റ്റ് മേജർ സപ്പോർട്ട് കാണുന്നത് $2,000. $2,000 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ സപ്പോർട്ട് കാണുന്നത് $1,975.